പീതാംബരം करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमदिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरि ओം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 6-ാം അധ്യായത്തിൽ ഭാഗവതത്തിൻ്റെ ശ്രവണവിധിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് നടത്തുക, എങ്ങനെയാണ് അത് കേൾക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഭാഗവത മാഹാത്മ്യത്തിലൂടെ നാം പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ പറഞ്ഞു, നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അത് വീട്ടിലാകാം, ഗൃഹേ വീട്ടിൽ വെച്ച് ചെയ്യാം, തീർത്ഥത്തിൽ വെച്ചിട്ടാകാം, ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടാകാം, വനത്തിൽ വെച്ചിട്ടാകാം, വനേവാപി ഗൃഹേവാപി ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഭാഗവത സപ്താഹം നടത്താവുന്നതാണ്. വീട്ടിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുക, സാധനങ്ങളൊക്കെ ഒരുക്കി മുറ്റത്ത് അതിനുള്ള ഒരു പന്തലൊക്കെ ഇട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നടത്തുന്ന ആൾ വളരെ വലിയ ഒരു യജ്ഞമാണ് നടത്തുന്നത് എന്നുള്ള ആ ഒരു ഭാവനയോടുകൂടി. കാരണം ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് ഒരാൾക്ക് ഭാഗവത സപ്താഹം നടത്താൻ സാധിച്ചാൽ. അശ്വമേധയാഗങ്ങൾ, അതുപോലെയുള്ള മറ്റു യാഗങ്ങൾ, അശ്വമേധം, അതിരാത്രം, വാജപേയം, ഷോഡശി, ഉക്തം തുടങ്ങിയിട്ടൊക്കെ യാഗങ്ങളെക്കുറിച്ചിട്ട് പറയും. ഈ യാഗങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിലും പ്രയാസമാണ് വേണ്ട രീതിയിൽ ഒരു ഭാഗവത സപ്താഹം ഒരാൾക്ക് നടത്താൻ സാധിക്കുക എന്നുള്ളത്. അതിൽ പങ്കാളിയാകാൻ സാധിക്കുന്നതും അതുപോലെയാണ്. അതിൻ്റെ നടത്തിപ്പിന് അതിൻ്റെ പങ്കാളിയായി ചേരാൻ നിഷ്കാമമായിട്ട് ഈശ്വരാർപ്പണമായിട്ടുള്ള ഒരു ഭാവത്തിൽ അതിൽ പങ്കാളിയായി ചേരുക എന്നുള്ളതും വലിയ പുണ്യമാണ്. കാരണം ഈ അശ്വമേധാദി യാഗങ്ങളൊക്കെ സ്വർഗപ്രാപ്തിക്കാണ് കാരണമായി തീരുന്നത്. അശ്വമേധാദികൾ സ്വർഗകാമോ യജേത, സകല പാപങ്ങളെയും തീർത്ത് സ്വർഗപ്രാപ്തിക്ക് ഇട നൽകുന്നതാണ് അശ്വമേധാദി യാഗങ്ങൾ. എന്നാൽ ശ്രീമദ് ഭാഗവതമാകട്ടെ വൈകുണ്ഠപ്രാപ്തിക്ക് കാരണമാകും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വൈകുണ്ഠപ്രാപ്തി അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിക്ക് തന്നെ ഇടവരുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. അത് ജ്ഞാനയജ്ഞമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടു കൂടിയിട്ട് ഒരു ഭാഗവത സപ്താഹം ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ സദ്ഗതി നൽകുന്നതാണ്. വിശേഷിച്ചും ആ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപമൃത്യുവോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂർവികരായിട്ടുള്ള ജീവന്മാർക്കെല്ലാവർക്കും സദ്ഗതി നൽകാൻ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മൾ ദുന്ദുകാരിയുടെ കഥ കേട്ടുവല്ലോ. ഏറ്റവും വലിയ മഹാഭാവിയായിട്ടുള്ള ദുന്ദുകാരിക്ക് പോലും ശ്രീമദ് ഭാഗവതം ആ പ്രേതയോനിയിൽ നിന്ന് മുക്തി നൽകി എന്ന് പറഞ്ഞു.
അപ്പം അതുകൊണ്ട് ഗൃഹത്തിൽ വെച്ച് നടത്താം. ഇനി അത് സാധിക്കാത്തവർ തീർത്ഥങ്ങളിൽ വെച്ച് നടത്താം. ഇപ്പോൾ ഗംഗയുടെ കരയിലോ അല്ലെങ്കിൽ മറ്റ് വിശേഷമായിട്ടുള്ള തീർത്ഥസ്ഥലങ്ങളിൽ വെച്ച് സപ്താഹം നടത്താവുന്നതാണ്. വനങ്ങളിൽ വെച്ച്, ഇപ്പോൾ വൃന്ദാവനം അത് തീർത്ഥവുമാണ് വനവുമാണ്, അതുപോലെയുള്ള ദണ്ഡകാരണ്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിശേഷമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വനങ്ങളിൽ വെച്ചും നടത്താവുന്നതാണ്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യാം, ആശ്രമങ്ങളിൽ വെച്ച് ചെയ്യാം. എവിടെ വെച്ചും അത് നടത്താൻ സാധിച്ചാൽ വലിയ പുണ്യമാണ് എന്ന് പറഞ്ഞു. ആ മണ്ഡപമൊക്കെ നന്നായിട്ട് അലങ്കരിക്കണമെന്ന് പറഞ്ഞു. കുരുത്തോല, അതുപോലെ വാഴ, കുലവാഴകൾ കൊണ്ട് അലങ്കരിക്കുക, പഴുക്കടയ്ക്ക, അടയ്ക്ക കൊണ്ട് കുലവാഴയും അതുപോലെ പഴുക്കടയ്ക്ക ഇതുകൊണ്ടൊക്കെ ആ വേദികളൊക്കെ അലങ്കരിക്കണം. വേദിയിൽ മധ്യത്തിൽ ഒരു ഭഗവാന്റെ വിഗ്രഹം നന്നായി അലങ്കരിച്ചു വയ്ക്കുക. പിന്നെ വക്താവിന് വിശേഷമായിട്ടുള്ള ഒരു ആസനം, അതുപോലെ ശ്രോതാവിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു സഹസ്രനാമ ജപം വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. ഇനി സാമൂഹികമായിട്ടില്ലെങ്കിലും ആചാര്യൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ആഹാരം വളരെ ചുരുങ്ങിയ രീതിയിലാണ് എല്ലാവരും കഴിക്കേണ്ടത്. കാരണം കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാനുള്ള, ആലസ്യം വരാനുള്ള സാധ്യതയുണ്ട്. കുറവാണെന്നുണ്ടെങ്കിലോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വിശന്നുകൊണ്ടിരുന്ന് കേൾക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പരിമിതമായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ ഒഴിവുള്ള സമയത്ത് കീർത്തനാലാപങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസവും അലങ്കാരത്തോടും ആനന്ദത്തോടും ആർഭാടത്തോടും ശ്രീകൃഷ്ണ പൂജ, അതുപോലെ ഭാഗവത കഥാലാപം, കീർത്തനാലാപം ഇവയൊക്കെ നടത്തേണ്ടതാണ്. ഈ ആർഭാടത്തോടു കൂടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ കുറവ് വരുത്താതെ എന്നുള്ളതാണ്. ഈശ്വരീയ കാര്യങ്ങൾക്ക് കുറവ് വരുത്തരുത്. പലപ്പോഴും പലരും പല സ്ഥലത്തും കാണുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ കുറവ് വരുത്താറില്ല. അത് വളരെ ആർഭാടമായിട്ട് ചെയ്യും ആവശ്യമില്ലെങ്കിലും. എന്നാൽ ഈശ്വര കാര്യങ്ങൾക്ക് നമ്മൾ ചുരുക്കാറുണ്ട്, അല്ലെങ്കിൽ പിശുക്ക് വരുത്താറുണ്ട്. എന്നാൽ അങ്ങനെ ആകരുത് എന്നാണ് പറയുന്നത്. ഈശ്വര കാര്യങ്ങൾക്ക് പിശുക്ക് വരുത്തരുത്. കാരണം അത് നമുക്ക് തന്നെ ശ്രേയസ്സിന് കാരണമായിട്ടതാണ്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ധർമ്മകാര്യങ്ങളിലാണ്. ആ ധർമ്മകാര്യങ്ങളിൽ ചെലവഴിക്കുന്നത് നമുക്ക് തന്നെയാണ് പുണ്യമായിട്ട് വരുന്നത്. നമ്മുടെ ദോഷങ്ങൾ നീങ്ങി നമുക്ക് പുണ്യം വർദ്ധിക്കുന്നതിനും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭഗവത് പൂജയിലും യാതൊരു ലോഭവും വരുത്തരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വേണ്ട രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി, വിഷമത്തോടു കൂടിയല്ല, ചെയ്യേണ്ടി വരുന്നുവല്ലോ എന്നുള്ള വിഷമത്തോടു കൂടിയല്ല, സന്തോഷത്തോടു കൂടി, അലങ്കാരത്തോടു കൂടി. കാരണം അലങ്കാരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വരുന്ന ആളുകൾക്കും മനസ്സിന് വലിയൊരു സന്തോഷമായിരിക്കും. ഇപ്പോൾ സ്റ്റേജ് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്, ഭഗവാന് വളരെ മനോഹരമായിട്ടുള്ള മാലയും അവിടെ നിറയെ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു യജ്ഞവേദിയിലേക്ക് വരുമ്പോൾ കാണുന്ന ആളുകളുടെ കണ്ണും മനസ്സും ഒക്കെ കുളിർക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അതിനോടൊരു സന്തോഷവും ഒരു ആഭിമുഖ്യവും ഒരു ആനന്ദവുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അലങ്കാരത്തോടെ, ആനന്ദത്തോടെ, ആർഭാടത്തോടെ. ആർഭാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയണം, അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആർഭാടം നടത്തുകയല്ല, മറിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണ പൂജയും അതുപോലെ ഭാഗവത കഥാലാപവും ഇടയ്ക്ക് കീർത്തനാലാപവും. കാരണം അതും വേണം. നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നതിന് കീർത്തനാലാപം വളരെ വിശേഷമായിട്ടുള്ളതാണ്.
അതും നടത്തി 7-ാം ദിവസം പ്രത്യേകമായിട്ടുള്ള തോതിൽ ശ്രീകൃഷ്ണ പൂജയും കീർത്തനാലാപവും ചെയ്ത് അവസാനിപ്പിച്ച് പുഷ്പം, മാല്യം തുടങ്ങിയ ഭഗവത് പ്രസാദങ്ങൾ എല്ലാ ഭക്തന്മാർക്കും കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസവും വിശേഷമായിട്ടുള്ള കഥാഭാഗങ്ങളുണ്ട്. ആ കഥാഭാഗങ്ങൾ പറഞ്ഞ് എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഇനി അതിനുശേഷം ശ്രോതാവ് വിരക്തനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സപ്താഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഗീതാശ്രവണം ചെയ്യാം. അല്ല, സക്തനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഭാഗവതം കൊണ്ടോ അല്ലെങ്കിൽ ഗായത്രി മന്ത്രം കൊണ്ടോ ഹോമം നടത്താം. ആ സമയത്തും കീർത്തനാലാപവും താളമേളങ്ങളും ശംഖനാദവും ശ്രീകൃഷ്ണ പൂജയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭാഗവത മാഹാത്മ്യത്തെ, കഥനത്തെ അവസാനിപ്പിച്ചത്. ഇപ്പോൾ സനൽകുമാര മഹർഷി നാരദ മഹർഷിയോടാണല്ലോ പറയുന്നത്, അങ്ങ് ചോദിച്ചതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് നാരദ മഹർഷി മറുപടി പറയുന്നുണ്ട്, മഹാത്മാക്കളെ, ഞാൻ ധന്യനും കൃതാർത്ഥനുമായി. കാരണം സർവപാപഹരനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ഇന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. മറ്റെല്ലാ ധർമ്മങ്ങളെക്കാളും ഈ ഭാഗവത ശ്രവണം ശ്രേഷ്ഠമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ശ്രവണം കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാനെ അറിയാൻ സാധിക്കുന്നത് എന്നും ബോധ്യമായി. നാരദ മഹർഷി ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഭാഗവത കഥാലാപം ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്ത്, ഇത് മഹാത്മ്യം നടക്കുന്ന സമയമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമാണല്ലോ അവിടെ നടന്നത്. ആ സമയത്താണ് ഭക്തിദേവി വന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഭാഗവതം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ശരീരത്തോടും ദിവ്യ ജ്യോതിസോടും കൂടിയതായിട്ടുള്ള സാക്ഷാൽ ശ്രീ ശുക ബ്രഹ്മർഷി അവിടെ വന്നു ചേരുകയാണ്. ശുഗമഹർഷിയുടെ സാന്നിധ്യത്തിൽ വേറെ ഒരാളും ഭാഗവതത്തിൻ്റെ വക്താവാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ വക്താവായിട്ട് ഇരുന്നു. എന്നിട്ട് കഥ പറയാൻ തുടങ്ങി. വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ പഴവും നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം എന്ന ശ്ലോകമാണ്. വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷം, ആ കൽപ്പവൃക്ഷത്തിൻ്റെ പഴവും ശുഗൻ്റെ മുഖത്ത് നിന്ന് വഴുതി വീണതും അമൃതരസത്തിൻ്റെ നിറമുള്ളതുമായ ഭാഗവത രസത്തെ, ഹേ മംഗളസ്വരൂപികളും സുഖേച്ഛുക്കളുമായ രസികന്മാരെ, നിങ്ങൾ വാരി വാരി കുടിക്കൂ, പാനം ചെയ്യൂ എന്ന് പറയുകയാണ്. വേദത്തിൻ്റെ സാരമാണ് ശ്രീമദ് ഭാഗവതം. ഈ വേദം കൽപ്പവൃക്ഷമായിട്ടാണ് പറയുന്നത്. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താഗ്രഹിച്ചാലും സാധിക്കുന്ന ഒരു വൃക്ഷം സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നു. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി നമ്മൾ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അത് സാധിക്കും. എന്നാൽ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പവൃക്ഷമാണ് വേദം എന്നാണ് പറയുന്നത്. സ്വർഗത്ത് അങ്ങനെ കൽപ്പവൃക്ഷം ഉണ്ടോ എന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ലേ. പക്ഷേ ഭൂമിയിലുള്ള ഒരു കൽപ്പവൃക്ഷം മനുഷ്യർക്ക് ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതാണ് വേദം. വേദത്തിൽ എന്താഗ്രഹിച്ചാലും അത് സാധിക്കുന്നതിനുള്ള വഴികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൽപ്പവൃക്ഷത്തോട് ഉപമിക്കുന്നത്. സ്വർഗത്തിൽ പോകണോ, സ്വർഗകാമോ യജേത, സ്വർഗത്തിൽ പോകണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അശ്വമേധാദി യാഗങ്ങൾ ചെയ്യാൻ അതിൽ വിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വമേധാദി യാഗങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ സമ്പത്തും മറ്റു കാര്യങ്ങളും ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ സമ്പത്തില്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ അശ്വമേധയാഗം നടത്താൻ എന്താണ് വഴി? അതിന് അശ്വമേധ ഉപാസന പറയുന്നുണ്ട്. അശ്വമേധയാഗം നടത്തുന്നത് പോലെ മനസ്സിൽ ആ അശ്വമേധയാഗത്തെ ഭാവന ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് സമ്പത്തില്ലാത്ത ആൾക്കും ചെയ്യാം. മനസ്സിൽ ഒരു പൂജ നടത്താൻ നമുക്ക് സാധിക്കുമല്ലോ. ഇപ്പോൾ ഗുരുവായൂരപ്പനെ ശ്രീകോവിലിൽ വളരെ മനോഹരമായി എല്ലാ ഉപചാരങ്ങളോടുകൂടി പൂജ നടത്താൻ സാധാരണ എല്ലാവർക്കും സാധിക്കില്ല. അതിന് അനുവാദമുള്ള, അതിനെക്കുറിച്ച് അറിയാവുന്നതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ
ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിൽ പൂജ നടത്താൻ സാധിക്കൂ. എന്നാൽ ഏതൊരാൾക്കും ഗുരുവായൂരപ്പനെ വളരെ മനോഹരമായിട്ട് പൂജ നടത്താനുള്ള വഴിയാണ് മാനസികമായ ഉപാസന. മനസ്സുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനെ പൂജിക്കാൻ സാധിക്കും. ശ്രീകോവിലിൽ ആ ഭഗവാന്റെ രൂപം നമ്മൾ നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് കണ്ണടച്ച് തൻ്റെ പൂജാമുറി ഗുരുവായൂർ ശ്രീകോവിലാണ് എന്നും ആ ഗുരുവായൂരപ്പൻ തൻ്റെ മുമ്പിലുണ്ട് എന്നും വിചാരം ചെയ്ത് ഭഗവാനെ നമുക്ക് അഭിഷേകം ചെയ്യാം. വളരെ മനോഹരമായി ഗംഗാജലം കൊണ്ട് സ്വർണ്ണ കലശത്തിൽ ആ ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്യാം. എണ്ണയും വാകയുമൊക്കെ ആടി അതിനുശേഷം ഭഗവാനെ തുടച്ച് വൃത്തിയാക്കി മനോഹരമായി അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഭഗവാന് വേണ്ട കുറിക്കൂട്ടുകളൊക്കെ കുറിയൊക്കെ തൊടിയിച്ച് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ ചന്ദനം ചാർത്താം. നേരിട്ട് ചിലപ്പോൾ നമുക്ക് ചന്ദനം ചാർത്താൻ സാധിക്കില്ല. ചന്ദനം ചാർത്തി കഴിഞ്ഞാൽ കൃഷ്ണൻ ഗുരുവായൂരപ്പനെ ചന്ദനം ചാർത്തിയാൽ ചിലപ്പോൾ ഹനുമാനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് നമുക്ക് ചന്ദനം ചാർത്താൻ സാധിക്കില്ലെങ്കിലും മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചന്ദനം ചാർത്തി നിറയെ ഭഗവാന്റെ മുമ്പിൽ നെയ്വിളക്കുകളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല സുന്ദരമായി ഭഗവാന് വേണ്ട നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് തന്നെ ഭഗവാനെ പൂജിക്കാൻ മനസ്സുകൊണ്ട് സാധിക്കും. ആ മാനസിക പൂജയ്ക്കും ഫലമുണ്ട്. അപ്പോൾ വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനെ നമുക്ക് മനസ്സുകൊണ്ട് ശ്രീകോവിലിൽ തന്നെ പൂജിക്കാൻ സാധിക്കും. മനസ്സുള്ള ശ്രീകോവിലാണെന്ന് മാത്രം. ഇതുപോലെ തന്നെ അശ്വമേധയാഗവും സമ്പത്തില്ലാത്തവർക്ക് ഒരാൾക്ക് വേണമെങ്കിൽ മനസ്സുകൊണ്ട് അശ്വമേധയാഗം നടത്താൻ സാധിക്കും. ഇനി അത് സാധിക്കാത്ത ആളുകൾക്ക് അതിന് അശ്വമേധയാഗം എന്താണെന്നറിയണം, അത് നടത്തേണ്ട വിധാനങ്ങൾ എന്താണെന്നറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതൊന്നും അറിയാത്ത സാധാരണക്കാരനായ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ സ്വർഗപ്രാപ്തി തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഈശ്വരൻ നാമജപം നടത്തി അത് നേടിയെടുക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഓം നമോ നാരായണായ എന്നോ തൻ്റെ ഇഷ്ടദേവതയെ നിരന്തരം ജപിച്ചുകൊണ്ട് ഇതേ ഫലങ്ങളെ നേടിയെടുക്കാവുന്നതാണ് കാമ്യമായിട്ടുള്ള ജപത്തിലൂടെ. അപ്പോൾ അതിനും ഉപായങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതല്ല, ശത്രുനാശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള വഴികളും വേദത്തിൽ പറയുന്നുണ്ട്. തനിക്ക് ശ്രേയസ് ഉണ്ടാവാനാണ്, ഭൗതിക ശ്രേയസ്സാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വസുകാമോ യജേത, സമ്പത്തുണ്ടാവാൻ യജ്ഞങ്ങൾ നടത്തുക. വൃഷ്ടികാമോ യജേത, മഴയില്ലാത്ത സമയത്ത് മഴയുണ്ടാകുന്നതിന് കാരീരിയാഗം മുതലായ വിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഭൗതിക ലോകത്ത് നമുക്ക് ഇവിടെ ഉയർച്ച ഉണ്ടാകാനാണെങ്കിലും അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിക്കാണെങ്കിലും എല്ലാറ്റിനുമുള്ള വഴികൾ വേദത്തിൽ പറയുന്നത് കൊണ്ടാണ് വേദത്തെ കൽപ്പവൃക്ഷ സമാനമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ സാരമാണ് പഴമെന്ന് പറയുന്നത്. അതുപോലെ വേദത്തിൻ്റെ ഏറ്റവും സാരമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അത് ശുഗൻ്റെ മുഖത്തു നിന്നാണ് നിർഗളിച്ചിട്ടുള്ളത്. ഈ ശുഗം എന്നുള്ളതിന് രണ്ടർത്ഥം പറയുന്നുണ്ട്. ഒന്ന് ശ്രീ ശുഗമഹർഷി എന്നുള്ളതും ഒന്ന് ശുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്ത എന്നും. അപ്പോൾ ഒരു വൃക്ഷത്തിലെ പഴുത്ത് പാകമായിട്ടുള്ള പഴം മാത്രമേ തത്ത കൊത്താറുള്ളൂ. കേടുവന്നതോ അല്ലെങ്കിൽ വാടിപ്പഴുത്തതോ ഒന്നുമായിട്ടുള്ള പഴം തത്ത കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മൂത്ത് പാകമായിട്ടുള്ളതായ വേദത്തിൻ്റെ പഴം അതാണ് ശ്രീ ശുഗൻ്റെ മുഖത്തു നിന്ന് വഴുതി വീണത്. അത് അമൃതരസമുള്ളതാണെന്നുള്ളതാണ്. അമൃതരസമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴും അമൃത് നല്ലതായതുകൊണ്ട് അത് കേൾക്കാനും സുഖമായിട്ടുള്ളതാണ്, ആനന്ദം നൽകുന്നതാണ്. അത് പാനം ചെയ്തു കഴിഞ്ഞാലോ ഈ ജനന മരണ സംസാരത്തെ അതിക്രമിക്കാം, മരണത്തെ അതിജീവിക്കാനുള്ള വഴികളാണ് അതിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് പാനം ചെയ്തു കഴിഞ്ഞാൽ, അമൃതപാനം ചെയ്തു കഴിഞ്ഞാൽ മരിക്കാത്തതുപോലെ ശ്രീമദ് ഭാഗവതവും വേണ്ട രീതിയിൽ പാനം ചെയ്തു കഴിഞ്ഞാൽ മൃത്യുവിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ ഭാഗവത രസത്തെ
ഹേ മംഗളസ്വരൂപികളെ, കാരണം ഇത് കേൾക്കാൻ ഭാഗ്യമുള്ളവർക്കേ സാധിക്കൂ, അതുകൊണ്ടാണ് കേൾക്കുന്നവരെ മംഗളസ്വരൂപികളെ എന്ന് സംബോധന ചെയ്തത്. ഒപ്പം സുഖേച്ഛുക്കളുമായിട്ടുള്ള രസികന്മാരെ, സുഖം, ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം, സുഖമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള രസികന്മാരെ നിങ്ങൾ വാരി വാരി പാനം ചെയ്യൂ എന്ന് ഇവിടെ പറയുന്നു. എല്ലാ മായാധർമ്മങ്ങളും അകന്നതായിട്ടുള്ള പരമധർമ്മമാണ് ഭാഗവതം. കാരണം ഇതിൽ മായാധർമ്മങ്ങളോ കൂടധർമ്മങ്ങളോ ഒന്നും പറയുന്നില്ല. പരമധർമ്മത്തെയാണ് ഭാഗവതത്തിലൂടെ പ്രതിപാദിക്കുന്നത്. കപടത അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കാനോ പറ്റിക്കാനോ അവരെ ദ്രോഹിക്കാനോ ഉള്ള കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. പരമമായിട്ടുള്ള ധർമ്മം, അതായത് മനുഷ്യന് എങ്ങനെയാണ് ശ്രേയസ് ഉണ്ടാവുക, നമ്മുടെ ജീവിതം എങ്ങനെ ധന്യമാക്കാം എന്നുള്ള കാര്യമാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ചിത്തദോഷങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അത് വളരെ വേഗത്തിൽ അനുഭവപ്പെടും. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഭാഗവതത്തിൽ വളരെ എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതും ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാകുന്നതുമായിട്ടുള്ള പരമധർമ്മത്തെയാണ് പ്രതിപാദിക്കുന്നത് എങ്കിൽ കൂടി ചിത്തദോഷങ്ങളില്ലാത്തവർക്കാണ് അത് പെട്ടെന്ന് അനുഭവപ്പെടുക, ഫലിക്കുക. ഇപ്പോൾ ചിലർക്കൊക്കെ തോന്നാറുണ്ട്, എത്രയോ കാലം നമ്മൾ ഭാഗവതം വായിക്കുന്നു, കേൾക്കുന്നു, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാദ് അല്ലെങ്കിൽ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗവതത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ചിത്തത്തിൻ്റെ മാലിന്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള, നമ്മുടെ അന്ധക്കരണത്തിലുണ്ടാകുന്നതായിട്ടുള്ള രാഗവും ദ്വേഷവും ഈർഷ്യയും അസൂയയും മതവും മാത്സര്യവും ഇതെല്ലാം നിറച്ചു വെച്ചിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മൾ ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ അത് വേണ്ടത്ര ഫലിക്കില്ല. ഏതുപോലെയെന്നാണെങ്കിൽ നമ്മൾ രോഗം മാറി ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മരുന്നുകൾ കഴിക്കാറുണ്ട്. മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് വൈദ്യന്മാർ പലപ്പോഴും ചില പഥ്യങ്ങൾ പറയാറുണ്ട്. ഭക്ഷണത്തിൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, അതുപോലെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, ചിലത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് യഥേഷ്ട ആചരണം ഒഴിവാക്കാൻ പറയാറുണ്ട്. അതിനെയാണല്ലോ പഥ്യം എന്ന് പറയാറുള്ളത്. ആ പഥ്യത്തെ പാലിച്ചുകൊണ്ട് ആ ചിട്ടയോടുകൂടി നമ്മൾ ആ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുക്കാം, നമ്മുടെ രോഗങ്ങൾ മാറും. എന്നാൽ അതേസമയം മരുന്ന് കഴിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നിയന്ത്രണമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഒപ്പം മധുരമുള്ള സാധനങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മരുന്ന് കഴിച്ചതിൻ്റെ ഫലം നമുക്ക് വേണ്ടത്ര ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് മനസ്സിൽ രാഗവും ദ്വേഷവും വെറുപ്പും ഈർഷ്യയും അസൂയൊക്കെ പരമാവധി വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ളൊരു പരിശ്രമം പോലും ചെയ്യാതെയാണ് ഭാഗവതം കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ കേൾക്കുന്നതിൻ്റെ പുണ്യമുണ്ടാകും, പക്ഷെ അത് വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ചിത്തദോഷങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ അത് വേഗത്തിൽ അനുഭവപ്പെടും എന്ന് പറയും. അപ്പോൾ ചിത്തദോഷം വരാത്ത ആളുകൾ കേൾക്കണ്ട എന്നാണെങ്കിലല്ല, അവർ കേട്ട് ഭാഗവതത്തിലെ കഥകളിലൂടെ ക്രമേണ അവരുടെ അന്ധക്കരണം ശുദ്ധമാകും. ശുദ്ധാന്ധക്കരണന്മാർക്ക് പെട്ടെന്ന് തത്വബോധമുണ്ടാകും. എന്നാൽ ശുദ്ധതയില്ലാത്തവർക്ക് അത് അന്ധക്കരണ ശുദ്ധിക്കും കാരണമായി തീരും എന്ന് പറയുന്നു. അതിനാണ് ഉപാസനയും മറ്റുമുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചിത്തദോഷങ്ങളില്ലാത്തവർക്ക് ആ പരമതത്വം വേഗത്തെ അനുഭവപ്പെടും. അത് അനുഭവപ്പെട്ട് കഴിഞ്ഞാലോ ദുഃഖനിവർത്തകവും സുഖസ്വരൂപവുമാണ് ആ പരമതത്വം എന്നുള്ളത് ബോധ്യമാവും. എന്ന് വേണ്ട, ചിത്തത്തിൽ ഈശ്വരൻ പ്രകാശിക്കും എന്ന് ഒറ്റവാക്കിൽ പറയാം. ഇതാണ് ഭാഗവതത്തിൻ്റെ പരമമായിട്ടുള്ള ഫലം. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഈശ്വര തത്വം പ്രകാശിക്കും. ഈ സംസാര ദുഃഖങ്ങളൊക്കെ മറയും. ഇന്നലെ വരെ ഏതൊരു സംസാരമാണോ തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്, ഈ ജീവിതം ഒരു ഭാരമായിട്ട് തോന്നിയിരുന്നത്, ജീവിതം ക്ലേശമായി തോന്നിക്കൊണ്ടിരുന്നത്,
ഈ ലോകം മുഴുവൻ വളരെ ദുഃഖമാണ്, ക്ലേശമാണ്, മുഴുവൻ ദ്രോഹികളാണ് എന്ന് തോന്നിയതായിട്ടുള്ള ആ ഭാവം മാറി ഈ ജീവിതം എന്നുള്ളത് ഏറ്റവും ആനന്ദമാണ്. ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്, തൻ്റെ മഹാഭാഗ്യമാണ് എന്ന് തനിക്ക് തോന്നാൻ തുടങ്ങും. കാരണം താനിങ്ങനെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ജന്മം ഇവിടെ കിട്ടിയത് കൊണ്ടാണല്ലോ ഈ ഭാഗവതം കേൾക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഒക്കെ തനിക്ക് ഇടവന്നത് എന്നുള്ള രീതിയിൽ ഇന്നലെ വരെ തനിക്കിങ്ങനെ ഒരു ജന്മം ഭാരമായി ഭഗവാനെ പഴിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആൾക്ക് ഭഗവാനോട് നന്ദി പറയാൻ തോന്നും. കാരണം ഇങ്ങനെ ഒരു ജന്മം തന്ന് തന്നെ അനുഗ്രഹിച്ചതിൽ. അതാണ് സംസാര ദുഃഖങ്ങളൊക്കെ മറയും എന്ന് പറയാൻ കാരണം തൻ്റെ ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും അതിൻ്റെ വിലയെക്കുറിച്ചുമൊക്കെ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചുമെല്ലാം നമുക്കൊരു തിരിച്ചറിവുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം അത് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതം ഭാരമായിട്ട് തോന്നുന്നത്, ജീവിതം ക്ലേശമായിട്ട് തോന്നുന്നത് എല്ലാം. അതിനെല്ലാം മാറ്റം വരും ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ. അതിന് ഇടവരുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതത്തെക്കാളും ശ്രേഷ്ഠമായിട്ട് വേറെ എന്താണുള്ളത് എന്ന് ചോദിക്കുന്നു. കാരണം നമുക്കൊക്കെ ആഗ്രഹം നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരണം. നമ്മുടെ ജീവിതം എങ്ങനെയാണോ ഒരു പട്ടം ആകാശത്ത് ഉയർന്നു പറക്കുന്നത്, അതുപോലെ തൻ്റെ ജീവിതം ആ ആനന്ദതുന്തിലമായിട്ട് അങ്ങനെ സഞ്ചരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലാതെ ദുഃഖിച്ച് കൂനിക്കൂടിയിരിക്കാനല്ല. അപ്പം അതുകൊണ്ട് തൻ്റെ ആ ആനന്ദത്തിൻ്റെ അനന്തവിഹായസിലേക്ക് തന്നെ പറത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. പിന്നെ അവിടെ ദുഃഖത്തിന് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. ഏത് കാര്യവും തനിക്ക് തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതായിട്ട്, ആനന്ദം നൽകുന്നതായിട്ട്, അനുഭൂതി നൽകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മറ്റെല്ലാറ്റിനെയും വിട്ട് ഭാഗവതത്തെ ആസ്വദിക്കൂ എന്ന് അവിടെ പറയുന്നു. മാത്രമല്ല, എന്തിനധികം നമ്മളേറ്റവും വലിയ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്ന സ്വർഗത്തിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോലും ഇങ്ങനെയൊരു രസമില്ല. ഭാഗവതം ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആനന്ദം, ആ അനുഭൂതി, അതിൻ്റെ വിചാരത്തിലൂടെ കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് സ്വർഗത്തിൽ പോലും കിട്ടുന്നതല്ല. കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോലും ഇതുപോലെ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഭാഗവതത്തെ കാണാനും വായിക്കാനും കേൾക്കാനുമൊക്കെ ഇടവരുന്നവർ മഹാഭാഗ്യവാന്മാരാണ്, വളരെ പുണ്യവാന്മാരാണ് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ഇങ്ങനെ ശ്രീ ശുക ബ്രഹ്മർഷി ഭാഗവതത്തിൻ്റെ ആലാപം തുടങ്ങിയപ്പോൾ ഭാഗവത സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി തന്നെ ആ രംഗത്ത് പ്രത്യക്ഷമായി എഴുന്നള്ളി. ഭഗവാന് പിന്നെ അവിടെ വൈകുണ്ഠത്തിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇത്രയും ഭാഗവതം മനോഹരമായിട്ട് അവിടെ ശ്രീശുക മഹർഷി പാരായണം ചെയ്യുന്നു. ഭക്തന്മാരായിട്ടുള്ള ആളുകൾ നാമസങ്കീർത്തനാദികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ശ്രദ്ധയോടു കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതെല്ലാം കേൾക്കാനിരിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ രംഗം കണ്ട സമയത്ത് ശ്രീഹരിയായിട്ടുള്ള വിഷ്ണു ഭഗവാന് പിന്നീട് അവിടെ വൈകുണ്ഠത്തിലിരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം നേരെ സന്തോഷത്തോടു കൂടി ആ സ്ഥലത്തേക്ക്, ആ ഭാഗവത നടക്കുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് എഴുന്നള്ളുകയാണ്, പ്രത്യക്ഷമായിട്ട് എഴുന്നള്ളി. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായാൽ പിന്നെ അവിടെ ഉത്തമ ഭക്തന്മാർ വരാതിരിക്കില്ലല്ലോ. അതിനനുസരിച്ച് പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവൻ, അർജുനൻ തുടങ്ങി വൈകുണ്ഠവാസികളായിട്ടുള്ള ഭക്തന്മാർ അസംഖ്യം അവിടെ വന്നു ചേരുകയാണ് ഭഗവാന്റെ വരവോട് കൂടിയിട്ട്. അതോടുകൂടിയിട്ട് ആ സദസ്സിൻ്റെ ഭാവം തന്നെ മാറി എന്ന് പറയുന്നു. ദേവശ്രേഷ്ഠന്മാരും ഭക്തശിരോമണികളും ഋഷിപ്രമുഖന്മാരും പലരും പലതരത്തിലുള്ള താളമേള ഉപകരണങ്ങളൊക്കെ കയ്യിലെടുത്ത് മുഴക്കി ഉച്ചത്തിൽ കീർത്തനാലാപം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഓരോരോ ഉപകരണങ്ങൾ, കീർത്തനത്തിനുള്ളതായിട്ടുള്ള പ്രഹ്ലാദസ്ഥാലധാരി തരള ഗതിതയാ ചോദ്ധവകാംസ്യധാരി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പ്രഹ്ലാദൻ ചെങ്ങല വായിച്ചു, പ്രഹ്ലാദൻ താളമെടുത്തു, ഉദ്ധവനാണെന്നുണ്ടെങ്കിൽ ചെങ്ങലയെടുത്തു. ഇങ്ങനെ എല്ലാവരും ഓരോരോ വാദ്യോപകരണങ്ങളൊക്കെ കയ്യിലെടുത്ത് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് വായിക്കാൻ തുടങ്ങി. എല്ലാവരും അവിടെ ഒരു അലൗകികമായിട്ടുള്ള
ഈശ്വരഭാവത്തിൽ അങ്ങനെ പ്രകാശിക്കുകയാണ്. നാമസങ്കീർത്തനത്തിൻ്റെ ആ ഒരു ആനന്ദം അവിടെ മുഴുകി സർവ്വജനങ്ങളും ആ പ്രേമപ്രവാഹത്തിൽ അങ്ങനെ ആണ്ട് മുങ്ങുകയാണ്. കാരണം ഭഗവാന്റെ ആ ഒരു പ്രഭാവം അവിടെ, ഭഗവാൻ പ്രത്യക്ഷമായിട്ട് അവിടെ നിൽക്കുന്നു. ഭക്തജനങ്ങളെല്ലാവരും നാമസങ്കീർത്തനാദികൾ ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന അനുഭൂതി എത്രയോ ശ്രേഷ്ഠമായിരിക്കും. അവിടെയുള്ളവർക്ക് ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ ഗൃഹാദികളുടെയോ എന്തിനധികം ലോകത്തിൻ്റെ തന്നെ ബോധം പോലും ആർക്കുമില്ലാതെ, ശരീരബോധമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ നാമജപം, ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ ശരീരാദികളുടെയൊക്കെ ബോധം ഉണ്ടാവുക? അങ്ങനെ ഗൃഹത്തിൻ്റെ ചിന്തയോ, അതായത് വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയോ, എന്തിനധികം പറയണ ലോകത്തിൻ്റെ ചിന്ത പോലും ഇല്ലാതെ അവിടെ ആ നാമജപങ്ങളിൽ അങ്ങനെ എല്ലാവരും മുഴുകി അങ്ങനെ അവിടെ കീർത്തനം ചെയ്യാൻ തുടങ്ങി. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടും നിറഞ്ഞ സൗന്ദര്യത്തോടും കൂടി ആ സദസ്സിൻ്റെ മധ്യത്തിൽ അങ്ങനെ ആടിപ്പാടി നൃത്തം ചെയ്യുകയാണ്. നാരദ മഹർഷി ആശ്ചര്യം കൊണ്ട് സ്തബ്ധനായി. ഇങ്ങനെയൊരു സദസ്സ് അദ്ദേഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഭാഗവതത്തിന് ഇത്രയും മഹിമയുണ്ട് എന്നത് അദ്ദേഹത്തിന് തികച്ചും ബോധ്യമായി. ഭാഗവതം എന്ന് പറയുന്നത് കേവലമൊരു പുരാണ ഗ്രന്ഥമല്ല, മറിച്ച് അതിശ്രേഷ്ഠമാണ് എന്നുള്ളത് നേരിട്ട് കണ്ട് നാരദ മഹർഷിക്ക് ബോധ്യമായി. അതിനുശേഷം ഭഗവാൻ ശ്രീഹരി അവിടെയൊക്കെയുള്ള ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നാരദ മഹർഷിയോട് ചോദിച്ചു, അങ്ങേക്ക് എന്ത് വരാണ് വേണ്ടത്? കാരണം ഇത്രയും വലിയ സന്തോഷത്തിനും മറ്റുമൊക്കെ കാരണമായി തീർന്നത് അവരാണല്ലോ. നാരദ മഹർഷിയുടെ ഒരു പ്രയത്നമാണ് ഇത്രയും വലിയതായിട്ടുള്ള ഒരു ഭാഗവതം നടക്കുന്നതിനും ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി ഒരു കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾക്കും സവിശേഷമായിട്ടുള്ള പുണ്യം തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ആ സംഘടിപ്പിക്കുന്ന ആളുകളുടെ പ്രയത്നമാണല്ലോ മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിനും സന്തോഷത്തിനൊക്കെ കാരണമായി തീരുന്നത്, നിദാനമായി തീരുന്നത്. അതുകൊണ്ട് അവർക്കും വളരെ വിശേഷമായിട്ടുള്ള ഒരു പുണ്യമുണ്ട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇവിടെ മറ്റുള്ളവരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചതിന് ശേഷം നാരദ മഹർഷിയോട് പ്രത്യേകമായിട്ട് ചോദിക്കുന്നു, അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വലിയ ഭക്തശിരോമണി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഭഗവാനെ എവിടെയൊക്കെ ഇതുപോലെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ രംഗത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നാണ് അവർ അപേക്ഷിക്കുന്നത്. നാരദ മഹർഷിയും അതുപോലെ മറ്റു ഭക്തന്മാരെല്ലാവരും കൂടി ചോദിച്ചു, അല്ലെങ്കിൽ അവരുടെ അപേക്ഷ പറഞ്ഞു. എവിടെയൊക്കെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ വാക്ക് സത്യമാണ് എന്നുള്ളത് കൊണ്ട് ഇന്നും എവിടെയെല്ലാം ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുന്നുണ്ടോ അവിടെയെല്ലാം ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ളതായിരിക്കില്ല. കാരണം ആ പ്രത്യക്ഷമായിട്ടുള്ളത് കാണാനുള്ള യോഗ്യത നമുക്ക് കൂടി വേണമല്ലോ. അവിടെ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഭാഗവതം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആചാര്യന്മാർ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത്. പിന്നീട് നാരദ മഹർഷി, ശ്രീശുകൻ തുടങ്ങിയ മഹാത്മാക്കളെയൊക്കെ നമസ്കരിച്ചു. നാരദൻ മറ്റുള്ള മഹാത്മാക്കളെയൊക്കെ നമസ്കരിച്ചു. ഭാഗവത ആലാപം കൊണ്ടും ശ്രവണം കൊണ്ടും എല്ലാ പാപങ്ങളും നശിക്കുമെന്നും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരുമെന്നും വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും എന്നും എല്ലാവർക്കും ബോധ്യമായി. അത് അനുഭവവുമായി. ഇത്രയൊക്കെ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നുവല്ലോ. സപ്താഹയജ്ഞം കഴിഞ്ഞു. ഭക്തന്മാരൊക്കെ അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 30 വർഷത്തിന് ശേഷം കന്നിമാസത്തിൽ, പ്രൗഷ്ഠപദം എന്ന് പറയും, കന്നിമാസത്തിൽ നവമി തിഥി മുതൽ 7 ദിവസമാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് വേണ്ടി ഭാഗവതം ഉപദേശിച്ചത്, അല്ലെങ്കിൽ ആ ഭാഗവത സപ്താഹം നടത്തിയത്. അതാണ് ലോകത്തിൽ ഒന്നാമതായിട്ട് നടന്ന സപ്താഹം. ഇതിനുശേഷം 200 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഗോകർണൻ്റെ സപ്താഹം നടന്നത്. അത് കർക്കടക മാസത്തിൽ നവമി തിഥി മുതൽ 7 ദിവസമാണ് നടന്നത്. അതാണ് രണ്ടാമതായിട്ട് നടന്ന സപ്താഹം.
പിന്നെയും ഒരു 30 കൊല്ലം കൂടി കഴിഞ്ഞ് ഒരു കാർത്തിക മാസത്തിൽ ശുക്ലപക്ഷത്തിൽ നവമി തിഥി മുതൽക്കാണ് നാരദനും ശനകാദികളും കൂടി നിർത്തിയതായിട്ടുള്ള 3-ാമത്തെ സപ്താഹം. കലികാലത്ത് ഈ ഭാഗവത ആലാപം എന്നുള്ളത് സംസാരഭ്രമത്തെ നശിപ്പിക്കുന്നതിനുള്ള ഏക ഉപായമാണ്. ഈ സംസാര ദുഃഖത്തെ അതിജീവിക്കുന്നതിന് നേരത്തെ പറഞ്ഞുവല്ലോ, ഈ സംസാരം അല്ലെങ്കിൽ ലോകജീവിതം നമുക്ക് ഭാരമായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതം വായിക്കാനോ സപ്താഹം കേൾക്കാനോ അല്ലെങ്കിൽ ഭാഗവത കഥകളെ വിചാരം ചെയ്യാനൊക്കെ പറയുന്നത്. ഈ ഭാഗവതം വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവിതം എന്നുള്ളത് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ആ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവവേദ്യമായി തീരും. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ വെള്ളത്തിന് വേണ്ടി കിണർ കുഴിക്കാറുണ്ട്. കിണർ കുഴിക്കുക എന്നുള്ളത് പ്രയത്നം ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ കുഴിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ നീരുറവകൾ, വെള്ളത്തിൻ്റെ ഉറവകൾ കാണാറുണ്ട്. ആ ഉറവകളൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ നേരെയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്ഥലത്ത് തന്നെ ഉള്ളതാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ നടന്നിരുന്നത്. പക്ഷേ അതിനെ കുഴിച്ച് നമ്മുടെ വീട്ടിലുള്ളതായിട്ടുള്ള ആ നീരുറവയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനും കുളിക്കാനുമൊക്കെ സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടുന്നത് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാണാറുണ്ട്. എന്നാൽ കിണർ കുഴിക്കാതെ അവിടെ ഇരുന്നിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് നിലവിളിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. വെള്ളം കിട്ടാതെ മരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് തന്നെ, നമ്മുടെ പറമ്പിൽ തന്നെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഭൂമിക്കടിയിലാണ്. ആ ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ വിവേക ചൂടാമണിയിലൊക്കെ പറയും ആപ്തോക്തി ഖനനം എന്ന് പറഞ്ഞിട്ട് പറയും. അതായത് അതിനു വേണ്ടിയിട്ട് ആദ്യം വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഒരു വിദ്വാനായിട്ടുള്ള വെള്ളത്തിനെക്കുറിച്ച് അറിയുന്നതായിട്ടുള്ള ഒരാൾ വന്ന് പറയുന്നു, നീ വിഷമിക്കേണ്ട, ഇവിടെ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടും. അതുകൊണ്ട് ഇവിടെ ഒരു കിണർ കുഴിക്കൂ, ഏകദേശം ഇത്ര താഴ്ത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടും എന്ന് ആപ്തനായിട്ടുള്ള, നമുക്ക് വിശ്വാസമുള്ള ഒരാൾ പറയണം. വഴി പോകുന്ന ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ കിണർ കുഴിക്കാൻ പോവില്ല. അങ്ങനെ ആപ്തനായിട്ടുള്ള വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ കിണർ കുഴിക്കാൻ തുടങ്ങണം. കിണർ കുഴിച്ച് 2 ദിവസം കുഴിച്ച് ഇനി വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. താഴ്ത്തി ആ പറയുന്ന തലം വരെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കവിടെ നീരുറവ കാണാൻ കഴിയുന്നു. ആ നീരുറവയെ നമ്മൾ വേണ്ട രീതിയിൽ അവിടെ വെള്ളം എടുത്ത് ശുദ്ധമാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, വെള്ളത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങി നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ കൊടുക്കാൻ സാധിക്കുന്നു. ഇതുപോലെയാണ് ഇവിടെയും പറയുന്നത്. വെള്ളം കിട്ടാതെ ദുഃഖിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരാളോട് എങ്ങനെയാണോ അറിവുള്ള ആപ്തനായിട്ടുള്ള ഒരാൾ പറയുന്നത്, നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല, ലേശം പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് ധാരാളം വെള്ളം കിട്ടാൻ ഇവിടെ സാധ്യതയുണ്ട്, നിൻ്റെ ഈ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഈ പറമ്പിൽ തന്നെ നിനക്ക് വെള്ളം കിട്ടും എന്ന് ഒരു ആപ്തനായിട്ടുള്ള ഒരാൾ പറയുന്നത് പോലെയാണ് സംസാര ദുഃഖത്തിൽ ബന്ധു നീറുന്നതായിട്ടുള്ള ഒരു ജീവന് ഒരു സദ്ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു ആപ്തനായിട്ടുള്ള ഒരു ഗുരു പറയുകയാണ്, ഈ ജീവിതം എന്നുള്ളത് ദുഃഖിക്കാനുള്ളതല്ല, ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് ആനന്ദം, സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അത് പുറമെ എവിടെയുമല്ല, നിൻ്റെ പറമ്പിൽ തന്നെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ ഈ മനസ്സിൽ തന്നെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതിന് വലിയ പണച്ചെലവോ മറ്റൊന്നുമില്ല, നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. ഈ ആപ്തനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ് നമ്മൾ കിണർ കുഴിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല, കിണർ കുഴിക്കാൻ പരിശ്രമിച്ചാലേ വെള്ളം കിട്ടൂ എന്നുള്ളതുപോലെ ഈ ഈശ്വര നാമജപാദി സാധനകൾ ആ ആചാര്യൻ ഗുരുനാഥൻ പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടന്നതായിട്ടുള്ള ആനന്ദത്തിൻ്റെ ഉറവകൾ കണ്ടെത്താൻ സാധിക്കും. ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നല്ലോ ആ നീരുറവകൾ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മുടെ അന്ധഃകരണത്തിലും ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ എല്ലാ ഉറവകളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്.
അതിനെ ഒന്ന് കണ്ടെത്തുക, അതിനെയാണ് സാധന എന്ന് പറയുന്നത്. ആ സാധനയിലൂടെ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ആ കിണറിൽ കണ്ടെത്തിയത്, അദ്ദേഹത്തിൻ്റെ വളരെ നാളായിട്ട് വെള്ളത്തിന് വിഷമിക്കുന്ന ഒരാൾക്ക് നല്ല വെള്ളത്തിൻ്റെ നീരുറവ കിണർ കുഴിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും വലിയ ആനന്ദം ഉണ്ടാവും. മാത്രമല്ല, കിണറിൽ ആവശ്യത്തിലധികം വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചുറ്റുഭാഗത്ത് വെള്ളത്തിന് വിഷമിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ആ ഈശ്വര അനുഭൂതി, ആനന്ദം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ ദുഃഖം മാത്രമല്ല മാറുന്നത്, മറിച്ച് ദുഃഖിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്നതിനുള്ള, സന്തോഷത്തോടെ ഇരുത്തുന്നതിനുള്ളതായ ആ ഒരു കഴിവും നമുക്ക് വന്നു ചേരുന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതം സംസാരഭ്രമത്തെ നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപായമാണ്. നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ പോലും ആ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാൽ മാത്രം മതി. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പ്രീതിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് ശ്രീമദ് ഭാഗവതം. ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ്, ശ്രീകൃഷ്ണ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ശ്രീമദ് ഭാഗവതം കുറച്ചെങ്കിലും വായിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സകല കൽമഷങ്ങളെയും നശിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. മുക്തിക്ക് ഏകഹേതുവാണ്, ഭക്തിവിലാസത്തിൻ്റെ മൂലകാരണമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് സജ്ജനങ്ങൾ ഭാഗവത ശ്രവണത്തിൽ മുഖ്യമായിട്ടുള്ള ആദരവ് ഉള്ളവരായിരിക്കേണ്ടതാണ്. കാരണം ശ്രദ്ധയോടുകൂടി ഇപ്പോൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. പിന്നീടാവാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയല്ല വേണ്ടത്. കാരണം എപ്പോഴാണ് അന്തകൻ നമ്മുടെ കഴുത്ത് പിടിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പിന്നേക്ക്, നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഇന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം നാളെ പല കാര്യങ്ങളും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതായിട്ടുള്ള പലരും ഇന്ന് ഭൂമിയിലില്ല. കാരണം എപ്പോഴാണ് നമ്മുടെ സമയം കഴിയുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ കിട്ടിയതായിട്ടുള്ള ജീവിതത്തിൽ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഭാഗവതത്തിൻ്റെ ഒരു അല്പമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഒരു കഥയെങ്കിലും വിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. മാത്രമല്ല, സാക്ഷാൽ യമരാജാവ് അന്തകൻ തൻ്റെ ഭടന്മാരെ നോക്കി പറയാറുണ്ടെന്നാണ് പറയുന്നത്. അതായത്, നിങ്ങൾ ഭാഗവത ഭക്തന്മാരായിരിക്കുന്ന വൈഷ്ണവന്മാരുടെ അടുത്ത് പോകരുത് എന്ന് പറയുകയാണ്. യമരാജാവ് തൻ്റെ ദൂതന്മാരോട് പ്രത്യേകം പറയുന്നതാണ്, ഭാഗവതം വായിക്കുകയോ ഭാഗവതം ഏത് വീട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോലും നിങ്ങൾ ചെല്ലരുത് എന്ന് പറയുകയാണ്. ഭാഗവതം പാരായണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാഗവതം അതിൽ താല്പര്യമുള്ളതായിട്ടുള്ള, ശ്രവണത്തിൽ താല്പര്യമുള്ളതായിട്ടുള്ള ആ വൈഷ്ണവന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് എന്ന് പറയുന്നു. കാരണം അവർ വിഷ്ണു ഭഗവാന്റെ ആളുകളായി മാറി. അവർക്ക് വിഷ്ണു പാർഷദന്മാരുടെ നേരെ മാത്രമേ അവർക്ക് അല്ലെങ്കിൽ വിഷ്ണു പാർഷദന്മാർക്ക് മാത്രമേ അവരെ സമീപിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് യമദൂതന്മാരോട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഈ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നിസ്സാരമായിട്ടുള്ളതാണ്. അതിൽ ദുഃഖമല്ലാതെ ആർക്കും സുഖം കിട്ടുന്നില്ല. ഈ ലോകത്ത് സുഖം എന്ന് പറയുന്നത് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആർക്കും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ജനങ്ങളോ സുഖത്തിന് വേണ്ടി ഭ്രമിച്ച് ഓടിക്കൊണ്ടേയിരിക്കണം. മറ്റെന്തെങ്കിലും ആവട്ടെ, ആയുഷ്കാലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരെ ചൊവ്വേ ഭാഗവത ശ്രവണം ചെയ്യുന്ന പക്ഷം അവർ പിന്നീട് സംസാര ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരില്ല എന്നതിന് പരീക്ഷിത്ത് മഹാരാജാവ് തന്നെ സാക്ഷിയാണ്. കാരണം ഭാഗവതം ഒരു പ്രാവശ്യമെങ്കിലും ശ്രദ്ധയോടുകൂടി വേണ്ട രീതിയിൽ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭാഗവതത്തെ കൈവിടില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് വായിക്കും തോറും നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരും. നമുക്കതിലുള്ള ആഭിമുഖ്യം എന്നുള്ളത്, ഭാഗവതത്തിനോടും ഭഗവാനോടുമുള്ള ആഭിമുഖ്യം എന്നുള്ളത് കൂടിക്കൂടി വരും. ആ ഭാഗവതത്തിലുള്ള ആഭിമുഖ്യം കൂടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ സംസാരം പിന്നീട് ഭാരമായിട്ട് തീരില്ല. അതുകൊണ്ടാണ് ഭാഗവതം ഒരു പ്രാവശ്യമെങ്കിലും കേട്ടുകഴിഞ്ഞാൽ, ശ്രദ്ധയോടുകൂടി വേണ്ട രീതിയിൽ കേട്ടുകഴിഞ്ഞാൽ
അവർ പിന്നെ ജീവിതത്തിൽ ദുഃഖിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, വീണ്ടും ചിലർ സംശയം ചോദിക്കാം, എന്നിട്ടും ഒരുപാട് സപ്താഹങ്ങൾ കേട്ട ആളുകൾ ഇപ്പോഴും ദുഃഖിക്കാറുണ്ടല്ലോ, സപ്താഹം നടത്തുന്ന ആളുകളും ദുഃഖിക്കാറുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ലോകത്ത് കാണുന്നതാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവരുടെ ഉള്ളു വേണ്ടത്ര ശുദ്ധമായിട്ടില്ല എന്നുള്ളതാണ്. പല ഉദ്ദേശങ്ങളെ വെച്ച് കേൾക്കാനും നടത്താനും പോകുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഫലം ശരിയായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രേ കാര്യമുള്ളൂ. ശ്രദ്ധയോടു കൂടിയിട്ട് ആ വിശ്വാസത്തോടു കൂടി കേട്ടുകഴിഞ്ഞാൽ ജീവിതത്തെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് ഇവിടെ പറഞ്ഞു. അതിന് പരീക്ഷിത്ത് രാജാവ് തന്നെ സാക്ഷിയാണ്. രസാനുഭൂതിയോടുകൂടി ഭാഗവത ആലാപം ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നത് കേൾക്കുന്നത് ശ്രവണമോ ചെയ്യുന്നവർ വൈകുണ്ഠപദത്തിന് അവകാശികളായി തീരും എന്നുള്ളതിന് എത്രയോ തെളിവുകളുണ്ട്. കൂടാതെ അസംഖ്യം മഹാത്മാക്കളായിട്ടുള്ള ഋഷികൾ വളരെ കാലം തപസ്, യോഗം മുതലായ അനുഷ്ഠാനം ചെയ്ത് വിവേകസമ്പന്നന്മാരായിട്ട് എല്ലാ വൈദിക സംഹിതകളെയും പരിശോധിച്ച് ഭാഗവതത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു സംഹിത ഇല്ല എന്ന് ഏകകണ്ഠേന പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതിനാൽ അങ്ങനെയുള്ള മഹിമയേറിയതായിട്ടുള്ള ഭാഗവത സംഹിതയെ പതിവായിട്ട് പഠിക്കുകയോ വായിക്കുകയോ അല്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യുന്നവർ മനുഷ്യൻ്റെ ജന്മസാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കും എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗവത മാഹാത്മ്യം ഇവിടെ ഉപസംഹരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, സംപൂജ്യ ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ സംഗ്രഹിച്ചെഴുതിയതായിട്ടുള്ള ശ്രീമദ് ഭാഗവത മാഹാത്മ്യമാണ് നമ്മളിവിടെ കേട്ടത്. നാളെ മുതൽ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രാരംഭം തുടങ്ങാം. 1-ാമത്തെ സ്കന്ധം മുതൽ നമുക്ക് ആ ഭാഗവത കഥയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ആ ശ്രീകൃഷ്ണ പരമാത്മാവും അതുപോലെ ശ്രീകൃഷ്ണ സ്വരൂപമായിട്ടുള്ള ശ്രീമദ് ഭാഗവതവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഭഗവാന്റെ കഥകൾ കേൾക്കാനും വിചാരം ചെയ്യാനും അതിൻ്റെ ആ അനുഭൂതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം തത്സത്. ഹരി ഓം.